നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത്, നിങ്ങളെ ചതിച്ച് കടന്നുപോയ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തികളുടെ കറൻറ്റ് സിറ്റുവേഷൻസും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് എന്നുള്ളൊരു എനർജി കൂടിയാണ് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻസിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തിയുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ളൊരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാനുള്ളത്, പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കും. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കണമെന്നും നിങ്ങളുടെ ഉള്ളിൽ തട്ടിയുള്ള എന്ത് കാര്യങ്ങളാണേലും അറിയാനായിട്ട് വളരെയധികം നല്ലൊരു ഗൈഡൻസ് ആയിട്ട് തന്നെ കാണുക. അതുപോലെ നിങ്ങൾ വ്യക്തമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. ആവശ്യമുള്ളവർ മാത്രം പേഴ്സണൽ റീഡിങ്സിന് ഫോക്കസ് ചെയ്യുക കേട്ടോ. കാരണം പേയ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ്. മനസ്സിലെ ദുഃഖവും ഭാരവും ഒക്കെ ഇറക്കി വയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റൈറ്റ് ഹീലിംഗ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ആ ഓരോ കാര്യങ്ങളും നമ്മളെ ബോഡിയെ ബാധിക്കും. അപ്പം അത് ശാരീരിക പ്രശ്നങ്ങൾക്കും ഹെൽത്ത് പ്രോബ്ലംസിലേക്കൊക്കെ എത്തിക്കാൻ സാധ്യതയുണ്ട്. മനസ്സ് എത്രത്തോളം സ്ട്രോങ് ആണോ, സമാധാനമാണോ, റിലാക്സ് എത്രത്തോളം പവർഫുള്ളാണോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഹെൽത്തിൻ്റെ സാഹചര്യവും മാറുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നതുമെല്ലാം നമ്മുടെ മനസ്സിൻ്റെ എനർജിയെ ബേസ് ചെയ്താണ് കേട്ടോ. നിങ്ങൾ ഡൗൺ ആയി പോകുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അബണ്ടൻസുകളെല്ലാം ബ്ലോക്കായി പോകും. അപ്പോൾ ആ ഒരു അവസ്ഥ വരാത്ത വിധം നിങ്ങൾ ചേഞ്ച് ആവണം കേട്ടോ. നമുക്കിവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. തീർച്ചയായിട്ടും അവർ മറ്റെന്തൊക്കെയോ കണ്ട് സന്തോഷിച്ച് മറ്റെന്തെല്ലാമോ അവർക്ക് കിട്ടിയിരിക്കുന്നു, അവർക്ക് എന്തോ ഒരു ലക്ക് അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തോ വലിയ സംഭവം അവർക്ക് ലഭിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തത്. അതായത് അവർക്ക് വളരെ സന്തോഷമാകുന്ന, ആനന്ദം ലഭിക്കുന്ന, അവർക്ക് സുഖം ലഭിക്കുന്ന മറ്റ് ചില സാഹചര്യങ്ങൾ അവരുടെ മുമ്പിൽ അവർക്ക് അനുകൂലമായി വന്നിരുന്നു. ആ അനുകൂലമായി വന്ന സിറ്റുവേഷൻസിനെ ഒരു പക്ഷേ അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മനസ്സിനുള്ളിൽ തിങ്ങി നിന്നിരുന്ന ചില ആഗ്രഹമായിരിക്കാം. അത് അവർക്ക് അനുകൂലമായി വന്നതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളെ അവർ ശക്തമായിട്ട് ചീറ്റിംഗ് ചെയ്തത്. ചിലരുടെ എനർജിയിലേക്കൊക്കെ നോക്കുമ്പം ഒരു ഫാമിലി പരമാകുന്ന, ഒരു വളരെയധികം ശക്തമാകുന്ന ഒരു ലോങ് ടൈം സക്സസ് എനർജിയിലേക്കായിരുന്നു അവർ കടന്നു പോയതെന്നുള്ളതാണ് കാണുന്നത്. അതായത് ഒരു വിവാഹം പോലുള്ള കാര്യത്തിലേക്ക് മാറി ചിന്തിച്ചിട്ടുണ്ടാവാം. അതുപോലെ സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങൾ, വളരെയധികം ധനപരമാകുന്ന, ഒരു ഉയർന്ന ധനപരമാകുന്ന ചില സിറ്റുവേഷൻസുകൾ അവർക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ അവരെ വളരെ ശക്തമായിട്ട് ഫിനാൻഷ്യലി മറ്റെവിടുന്നോ ഒരു സപ്പോർട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവാം. അവർ ചിന്തിക്കുന്ന രീതിയിൽ അവരുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ പാകത്തിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് മറ്റെവിടുന്നോ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മെറ്റീരിയലിസ്റ്റിക് ആകുന്നതും ആകർഷണം, നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നതുമായ പല കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ പല വ്യക്തികളിലേക്കും സ്വാധീനിച്ച് റീഡിങ്സ് നിൽപ്പുണ്ട്. സംഭവിച്ചത് തന്നെയാണ് നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഉണ്ടാകാനുള്ള കാരണമായിട്ട് കാണുന്നത് കേട്ടോ. എന്താണെങ്കിലും ഈ ഒരു എനർജിയിൽ അവർ സുഖം തേടിപ്പോയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കേട്ടോ. അവർക്ക് അത് ഏത് രീതിയിലായാലും, സാമ്പത്തികമായാലും ഇമോഷണലി ആണേലും അവസരങ്ങളെ ബേസ് ചെയ്താണെങ്കിലുമൊക്കെ അവർക്ക് കൂടുതൽ ലാഭം പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ കൂടുതൽ മെച്ചമാണ് എന്ന് ചിന്തിച്ച് കടന്നുപോയൊരു സിറ്റുവേഷൻസാണ് നമുക്കിവിടെ നിങ്ങളെ ചീറ്റിംഗ് ചെയ്യാനുണ്ടായ കാരണമെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു റിലേഷൻ്റെ എനർജിയിലേക്ക് നമുക്ക് പറയാൻ സാധിക്കുന്നത് ചിലരുടെ എനർജി പാസ്റ്റിലേക്ക് തിരിച്ചു പോയതായിട്ട് പറയേണ്ടി വരും. ഒരു പൂർവ്വജന്മ ബന്ധം പോലുള്ള ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്തു പോയവരുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ഉള്ളിൽ എന്തോ ഒന്ന് കിടപ്പുണ്ടായിരുന്നു നിങ്ങളോടൊപ്പം നിൽക്കുമ്പോഴും.
അതിവർക്ക് അനുകൂലമായിട്ട് വന്നപ്പം ചുവട് മാറ്റി ചവിട്ടിയ വ്യക്തികളുമുണ്ട്. മറ്റു പല കാര്യങ്ങളും മെറ്റീരിയലിസ്റ്റിക് ആവുന്ന കാര്യങ്ങളും കയ്യിൽ വന്നപ്പോൾ അതനുസരിച്ച് മാറിയവരുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികൾ മനസ്സിൽ കാത്തിരിപ്പിനൊരു സമാപനം കുറിച്ചതുപോലെ അവരെവിടെയോ വെയിറ്റ് ചെയ്ത് നിന്ന കാര്യത്തിലേക്ക് അവർ പൂർണ്ണമായിട്ടും തിരിച്ചു പോയതായിട്ടും ഫാമിലി ഓറിയൻറ്റഡ് ആയ ഒരു എനർജിയിലേക്ക് ഫാമിലിക്കൊരു പ്രാധാന്യം കൊടുക്കേണ്ടി വന്ന അങ്ങനെ പോയ വ്യക്തികളെയും നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതും നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ വളരെ ശക്തമായിട്ട് പറയാനും കാണാനും സാധിക്കുന്നുണ്ട് കേട്ടോ. ഫാമിലി പേരൻസിനെ കണക്റ്റ് ചെയ്ത് ചിലരെ സംബന്ധിച്ച് പോകേണ്ടി വന്ന, അവരിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വന്ന, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസിൽ ഇവരുടെ പ്രസൻസ് വേണ്ടി വന്ന സാഹചര്യവും നിങ്ങളെ അവർ ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയൊരു സാഹചര്യത്തിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളോടത് പറഞ്ഞാൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാനും വെയിറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ വെയിറ്റ് ചെയ്യാനും, അതല്ല മാറി നിൽക്കേണ്ടതാണെങ്കിൽ മാറി നിൽക്കാനും നിങ്ങൾ തയ്യാറായിരുന്നു. പക്ഷെ നിങ്ങളോട് ഒന്നും മനസ്സ് തുറന്ന് പറയാതെ നിങ്ങളെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക്, അതായത് ചെകുത്താനും കടലിനും നടുക്കെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നിർത്തിയിട്ട് പോയി എന്നുള്ളതാണ് നമുക്കിവിടെ ചീറ്റിംഗ് പ്രസൻസ് എന്ന് പറയുന്ന ഭാഗത്തെ കാണുമ്പോൾ അറിയാൻ പറ്റുന്നത്. അതായത് നിങ്ങൾക്കൊരു തീരുമാനം കറൻറ്റിലിയും എടുക്കാൻ പറ്റുന്നില്ല. അതായത് ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളൊരു ഉറപ്പില്ലാത്ത വല്ലാതെ ഒരു ധർമ്മ സങ്കടത്തിലാണ് കറൻറ്റിലിയും നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നത്. ടെൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. അവർ ഏത് ഭാഗത്തേക്ക് എന്തൊക്കെ കണ്ടുപോയാലും കർമ്മയിലേക്കാണ് അവർ ചെന്ന് പെട്ടത് കേട്ടോ. അതായത് അവർ ധർമ്മസങ്കടത്തിലേക്കാണ് ചെന്ന് പെട്ടേക്കുന്നത്. അവർ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറഞ്ഞ പോലെ ദൂരെ നിന്ന് അവർ നോക്കിയപ്പോൾ അവിടെ വലിയ ആഡംബരവും ഹാപ്പിനെസ്സും പോസിറ്റിവിറ്റിയും അബണ്ടൻസും നല്ലൊരു പോസിറ്റീവ് വൈബൊക്കെ അവർക്ക് ഫീൽ ചെയ്തു. പക്ഷെ അതിനോട് അടുത്ത് ചെന്നപ്പോൾ ഒരു മരുഭൂമിയേക്കാൾ കഷ്ടമായ ദുർഘടം പിടിച്ചൊരു സിറ്റുവേഷൻസുകൾ, ശ്വാസം മുട്ടിക്കുന്ന ഒരവസ്ഥ, സ്വയം കുറ്റപ്പെടുത്തേണ്ടി വരുന്ന ഒരവസ്ഥ, വല്ലാതെ ഒരു എന്താ പറയുക നെഗറ്റീവായൊരു ഇരുണ്ട ഒരു സിറ്റുവേഷൻസിലേക്ക്, അതായത് ശൂന്യതയിലേക്കാണ് ഈ പേഴ്സൺ ചെന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീറോയിലേക്ക്. ഇനി ഇവിടെ നിന്ന് അവർ ഒന്നേന്ന് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതല്ലാതെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ച് ഇവർക്കിനി ഒന്നും ചെയ്യാനില്ല. ഇവർക്ക് എല്ലാ രീതിയിലെയും ബുദ്ധിപൂർവ്വമല്ല ഇവർ പ്രവർത്തിച്ചത്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇവരുടെ ചിന്തകളൊക്കെ ഇവർ ചിന്തിച്ചതൊന്നുമല്ല ഇവർക്ക് ഇപ്പോൾ കറൻറ്റിലി നിൽക്കുന്നത്. ശരിക്കും ഇവർ ചീറ്റിംഗ് ചെയ്യപ്പെട്ടു. അവിടെ ഇപ്പോൾ ബാലൻസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇവർ ചെന്നയിടത്ത് ഇവർക്ക് പ്രാധാന്യമില്ല. ഇവരാണ് പ്രാധാന്യമെന്ന് ചിന്തിച്ചാണ് ഇവർ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് മറ്റൊരിടത്തേക്ക് മാറിപ്പോയത്. ഇവർ ഏത് സാഹചര്യത്തിലേക്ക് പോയാലും ഇവർക്ക് അവിടെ ഒരു സ്ഥാനമില്ല. നിരാശയാണ് സംഭവിച്ചേക്കുന്നത്. അതായത് കയ്യിലിരുന്നതും പോയി ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ലാത്ത അവസ്ഥയിലേക്ക് ഇവർ മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. സ്നേഹം, അവർക്ക് ലഭിച്ചിരുന്ന സപ്പോർട്ടും പ്രസൻസും എല്ലാം തകർന്നു പോവുകയും ചെയ്തു. പക്ഷേ അവർക്ക് പുതിയതായിട്ട് പ്രതീക്ഷിച്ചതൊന്നും അവർക്ക് ലഭിച്ചതുമില്ല. പക്ഷേ അവർക്ക് ഇപ്പോഴും കണ്ണു തുറന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതായത് നിങ്ങൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. നിങ്ങളൊരു തീരുമാനം എടുക്കാതെ ഈ വ്യക്തിയെ പൂർണ്ണമായിട്ടും കളയാതെയും നിങ്ങൾ മറ്റൊന്നിലേക്ക് മുന്നോട്ട് പോകാതെയും നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പോകാതെയും നിങ്ങൾ എവിടെയാണോ ആ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചത് അവിടെ തന്നെ ഇപ്പോഴും നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അത് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നില്ല. കാരണം ഉൾഭയമാണ്, കുറ്റബോധമാണ്. ഒരു പക്ഷേ നിങ്ങൾക്കിടയിലുണ്ടായ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ആയിരിക്കാം ആ വ്യക്തിയെ സംബന്ധിച്ച് കുറ്റബോധം എനർജിയിൽ, അതായത് മരിച്ച് ജീവിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കേട്ടോ. നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു പോയ വ്യക്തി സന്തോഷമെന്ന് പറയുന്നതൊന്നും അവരുടെ ജീവിതത്തിൽ ഒരു ഭാഗത്തുനിന്ന് പോലും ലഭിക്കുന്നില്ല. കുറ്റപ്പെടുത്തലുകളുടെയും ഒറ്റപ്പെടലുകളുടെയും അതുപോലെ തന്നെ തേർഡ് പാർട്ടി പോലെ ഒരു മൂന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. യാതൊരുവിധ വാല്യൂമില്ല, ഒന്നും തന്നെയില്ല. അവർ പ്രതീക്ഷിച്ചതിൻ്റേതായ ഒരു രീതിയിലുള്ള പരിഗണനയും അവർക്ക് കറൻറ്റിലി ഇല്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഓവർ തിങ്കിങ് ആണ് കേട്ടോ. കാരണം സ്നേഹം കിട്ടാൻ ആഗ്രഹിക്കുന്നു. അതായത് അവർക്ക് ഇപ്പോൾ കറൻറ്റിലി വേണ്ടത് ഇമോഷണൽ സപ്പോർട്ടാണ്. അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു ലോസ് എനർജിയിലാണ് അവർ നിൽക്കുന്നത്. അവർക്കിപ്പോൾ കറൻറ്റിലി വേണ്ടത് ഒരു പുതിയ തുടക്കം, അവർക്കൊരു മാറ്റം അവർക്ക് വേണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു ശക്തമാകുന്ന ഇമോഷണൽ സപ്പോർട്ട് വേണം.
അവരത് ആഗ്രഹിക്കുകയാണ്, അവരതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അതില്ലാതെ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഫീലിങ്സിലാണ്. ബാലൻസ് എല്ലാം അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. മെറ്റീരിയലിസ്റ്റിക്കാവുന്ന എല്ലാ കാര്യങ്ങളെയും അവരിപ്പോൾ കറൻ്റ്ലി ഒരു തകർച്ചയിലാണെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവരുടെ ഏറ്റവും മെയിൻ പ്രശ്നം ഇമോഷണൽ ബ്ലോക്കേജ്. സ്നേഹിക്കപ്പെടണമെന്നുള്ള ആ ഒരു കാര്യം അവർക്ക് എല്ലായിടത്തു നിന്നും അവഗണന പോലെ അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെടുന്ന, അവർക്കത് ലഭിക്കാതെ പോകുന്നു. അതവരെ വല്ലാതെ ഒരു ഭ്രാന്ത് പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ മാനസികപരമായിട്ട് തകർക്കുന്ന, അവരെ സ്റ്റക്കാക്കുന്ന ഒരവസ്ഥയിലാണ്. അവർ ചിന്തിക്കുന്നു, ഓവർ തിങ്കിങ് ചെയ്യുന്നു, നെഗറ്റീവ് തോട്ട്സുകളൊക്കെ അവരിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. അതായത് അവർ മരണത്തെ പോലും ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലൂടെ ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നു. അതായത് അവർ ശരിക്കും തകർന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇമോഷണലി അവർ തകർന്നു. ബാക്കി രീതികളിലൊക്കെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അവർക്കിപ്പോൾ കറൻ്റ്ലി വേണ്ടത് ഒരു മെൻ്റൽ സപ്പോർട്ടാണ്, ഇമോഷണൽ സപ്പോർട്ടാണ്. അതവർക്ക് ഇല്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും അവർ നിങ്ങളിൽ നിന്ന് വിട്ടുപോയപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റിംഗ് ചെയ്യുന്നൊരു സമയമെന്ന് പറയുന്നത് അവരുടെ മോശം സമയമായിരുന്നു കേട്ടോ. അവരെ കർമ്മ പിടികൂടിയ ഒരു സമയമാണ്. അവർക്ക് അങ്ങനെയുള്ള ഒരു പ്രവണത, അങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ തോന്നിയത്. അതായത് അവരുടെ മുന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്നും അവർ കണ്ട പ്രകാശങ്ങളെല്ലാം അവർ തിളങ്ങുന്നതെല്ലാം പൊന്നാണ് എന്ന് ചിന്തിക്കുന്നത് പോലെ അവരുടെ മുന്നിൽ നിന്നതെല്ലാം വളരെ പവിത്രമായതാണ്, വളരെയധികം നല്ല, അതായത് ഇനി എൻ്റെ ലൈഫ് മാറുകയാണ് എന്ന് ചിന്തിച്ചവർ കടന്നു ചെന്നത് വളരെ ശക്തമാകുന്ന കർമ്മയിലേക്കാണ്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ സമയമായിരുന്നു. പരീക്ഷണ കാലഘട്ടത്തിലേക്ക് അവർ നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു. അപ്പോൾ അവർ വലിയ പ്രതീക്ഷകൾ വെച്ചു, അബണ്ടൻസ്, അട്രാക്ഷൻസ്, ജീവിതത്തിലെ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ അവർ കണ്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കറൻറ്റിൽ അവരുടെ എനർജിയിൽ നിങ്ങൾക്ക് വാല്യൂ ഉണ്ട് കേട്ടോ. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ ഒരു വിവാഹ വാഗ്ദാനം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ 100% ഇപ്പോൾ അവരതിനെക്കുറിച്ച് ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ചിലരുടെ എനർജിയിൽ അതൊരു പൂർണ്ണതയായിട്ട് അവർ കാണുന്നുണ്ട്. അവരുടെ മനസ്സ് വല്ലാതെ കരയുന്നുണ്ടെങ്കിലും പിടയുന്നുണ്ടെങ്കിലും നഷ്ടങ്ങളും കുറ്റബോധവും ഒക്കെ തോന്നിക്കുന്നുണ്ടെങ്കിലും എപ്പോഴെങ്കിലും അവരുടെ മനസ്സിലൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം അവരെ സംബന്ധിച്ച് ഒരു നിമിഷമെങ്കിലും അവരൊന്ന് സന്തോഷത്തോടു കൂടി അറിയാതെ അവരുടെ ആ ഒരു സിറ്റുവേഷൻസിന് അവർ മറന്ന് ഹാപ്പിനെസ്സോടു കൂടി നിൽക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്താണേലും പ്രതിസന്ധികളാണ്. അതായത് അവർ പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ശരിക്കും സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥയാണ് കേട്ടോ. അവരിൽ നിന്നും എല്ലാ കാര്യങ്ങളും വിട്ടു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും അവരിൽ നിന്നും അകന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസാണ്, തടസ്സങ്ങളുണ്ട്. വലിയ ഒരു കടമ്പ കടക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ നിലനിൽക്കുന്നത്. പക്ഷേ ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു എനർജി എന്ന് പറയുന്നത് എത്ര വീണു എന്ന അവസ്ഥയോ അല്ലെങ്കിൽ എത്രത്തോളം നഷ്ടങ്ങൾ വന്നാലും അതിനെ മറികടക്കണമെന്നുള്ളൊരു ചിന്തയും ഈ വ്യക്തിയിലുണ്ട്. അതുകൊണ്ട് മാത്രം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ആർക്കും അത് മനസ്സിലാകുകയോ ആരോട് ഷെയർ ചെയ്യുകയോ ചെയ്യില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും കറൻറ്റ്ലി നമുക്ക് നിങ്ങളെക്കുറിച്ചുള്ളൊരു ചിന്തയിൽ അബണ്ടൻസ് ആണ് കേട്ടോ. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ മറ്റൊരു കാര്യവും കൂടി അവർ ഓർക്കുന്നുണ്ട്. നിങ്ങൾ അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പാസ്റ്റിലുണ്ടായിരുന്ന അതേ പ്രാധാന്യം കറൻറ്റ്ലി നിങ്ങൾക്ക് അവരോടുണ്ട് എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകണം, ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നവർക്ക് ആ ഫ്യൂച്ചർ വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ. കാലം അനുകൂലമാകുമ്പം പക്ഷേ നിങ്ങളെ ഒന്ന് ചീറ്റിംഗ് ചെയ്ത വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ. പക്ഷേ ഇതിനകത്ത് ചീറ്റിംഗ് വന്നിരിക്കുന്നത് കർമ്മഫലമായിട്ടാണ് കേട്ടോ. അവരത് ചെയ്യേണ്ടി വരുമായിരുന്നു. അവരുടെ ജീവിതത്തിൽ അവർക്ക് അങ്ങനെ ഒരു ഘട്ടം, അങ്ങനെ ഒരു സിറ്റുവേഷൻസ്, അങ്ങനെ ഒരു സാഹചര്യം കടന്നു പോകണം എന്നുള്ളൊരു യോഗമുണ്ടായിരുന്നു. അത് സംഭവിച്ചു എന്നുള്ളതുകൂടി മനസ്സിലാക്കണം കേട്ടോ. ഇപ്പം എല്ലാവരും ചീറ്റിംഗ് ചെയ്യുമ്പോൾ അവർ മോശക്കാരാണ് എന്ന് ചിന്തിക്കേണ്ട. അവരുടെ ആ സമയത്തിൻ്റെ ആ ഒരു കർമ്മകൾ അവരനുഭവിക്കണം, അവർ എക്സ്പീരിയൻസ് ചെയ്യണം. ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവരോടൊക്കെ തള്ളി പറയേണ്ടി വരുന്ന സിറ്റുവേഷൻസൊക്കെ അത് വിധിയിൽപ്പെട്ടതാണ്. വിധിയിൽപ്പെട്ട കാര്യങ്ങൾ നമ്മളിനി എത്ര തടയാൻ ശ്രമിച്ചാലും ആ ഒരു സമയവും കാലയളവും പ്രപഞ്ചം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അത് സംഭവിക്കും കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കണം.
അതുപോലെ തന്നെ ഒരു ഇൻഡിസിഷൻ എനർജി ഉണ്ട്. അതുപോലെ നിങ്ങൾക്കിടയിലുണ്ടായ സംസാരങ്ങളെക്കുറിച്ച് മോശമായ രീതിയിലൊക്കെ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവാം, ശക്തമായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ബൗണ്ടറിയും ബ്ലോക്കേജും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അതെല്ലാം ആ ഒരു വ്യക്തി, അതുപോലെ നിങ്ങൾ സ്നേഹം, നിങ്ങൾ പിന്നെയും അവർ ഫോക്കസ് ചെയ്തപ്പോഴൊക്കെ യാതൊരു മടിയുമില്ലാതെ നിങ്ങളെ റിജക്റ്റ് ചെയ്ത സിറ്റുവേഷൻസും ഇതെല്ലാം എപ്പോഴും ഈ ഒരു പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സന്തോഷകരമായ നിമിഷങ്ങളും അതിനോടൊപ്പം നിങ്ങൾക്കിടയിൽ വന്ന വിള്ളലും പ്രശ്നങ്ങളും എല്ലാം ഈ ഒരു വ്യക്തി എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്ന അങ്ങനെ ഒരു ലോകത്താണ് ഇപ്പോൾ ഒരു പേഴ്സൺ കടന്നു പോകുന്നത്. അതായത് അയാളുടെ എക്സ്പീരിയൻസുകൾ, അയാളിപ്പം അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു പക്ഷെ മറ്റൊരാൾക്ക് കൊടുത്തതാണല്ലോ എന്ന ആ ഒരു ചിന്തയിലേക്ക് ഈ ഒരു വ്യക്തി മാറുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടു ഓഫ് സോഴ്സിൻ്റെ എനർജി വരുന്നുണ്ട് കേട്ടോ. കൺഫ്യൂസ്ഡ് എനർജിയിലാണ് ഈ പേഴ്സൺ. ഓപ്പർച്യൂണിറ്റീസുകൾ ഇപ്പോഴും പലതും കയ്യിലേക്ക് വരുമ്പോഴും ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കണ്ടാലും പേടിയെന്ന് പറഞ്ഞതുപോലെ ഇതിന് മുൻ സമയത്ത് ഇപ്പോൾ കിട്ടിയ ചില എക്സ്പീരിയൻസുകൾ, നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയ ഇടത്തുനിന്ന് ലഭിച്ച ചില എക്സ്പീരിയൻസുകൾ ഭയപ്പെടുത്തുന്നു, കൺഫ്യൂഷൻ ആക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പം മുന്നിലേക്ക് വരുന്ന പല കാര്യങ്ങളെയും തീരുമാനമെടുക്കാതെ യെസ്സും നോയും പറയാത്തൊരവസ്ഥയിലാണ് കറൻറ്റിലെ ആൾ നിൽക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളെ ആ വ്യക്തി ഫോക്കസ് ചെയ്യുന്നു, നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് എന്നും ഫ്യൂച്ചറിലേക്കൊരു കാര്യങ്ങളെല്ലാം കലങ്ങിത്തെളിഞ്ഞ് ശുദ്ധമായി വരുമെന്നുള്ളൊരു ചിന്തയുമൊക്കെ ഈ ഒരു വ്യക്തിയിലുണ്ട് കേട്ടോ. നിങ്ങളെ എന്താണെങ്കിലും നിങ്ങളെ കാണുന്നത്, അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അവരുടെ ഏറ്റവും പവർഫുള്ളായി, അവർക്കിനി ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാതെ മറ്റൊരു തൂക്കത്തിലേക്കും മറ്റൊരു വ്യക്തിയിലേക്കും നിങ്ങളെ താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരു സ്പെഷ്യൽ വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങളെ ഈ ഒരു പേഴ്സൺ കാണുന്നത്. അവരുടെ ജീവിതത്തിൽ മാത്രമല്ല, അവരുടെ എത്ര കാല ജന്മങ്ങൾ ഈ ഭൂമിയിൽ വന്നാലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്ക് സ്പെഷ്യലായിരിക്കും കേട്ടോ. കാരണം അതവർ വ്യക്തമായി മനസ്സിലാക്കി. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പൂർണ്ണത അവർ എന്താ പറയുക, സമ്പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞു. അവരുടെ ലൈഫിലെ ബർഡന് കാരണം അവരുടെ തീരുമാനങ്ങളാണ്. അവരുടെ മനസ്സിൽ തോന്നിയ ചില ആഗ്രഹങ്ങൾ, അതായത് നമുക്ക് അതിരുവിട്ട ചില ആഗ്രഹങ്ങളാണ് അവരുടെ ജീവിതത്തിലെ ബർഡൻ, ഈ ഒരു ഭാരം ചുമക്കേണ്ടി വന്ന സിറ്റുവേഷൻസിൻ്റെ കാരണമെന്ന് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പം അവർ പെയിൻ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇനി അവരെ ശിക്ഷിക്കാനൊന്നുമില്ല. മരിച്ച ബോഡിയെ പോലും എത്രത്തോളം ദ്രോഹിക്കാവുമോ അത്രത്തോളം പെയിൻ എനർജിയിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോകുന്നത്. പുറമെ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഉള്ളുകൊണ്ട് നീറി ജീവിക്കുന്ന, അല്ലെങ്കിൽ എവിടെ ചെല്ലുമ്പോഴും ഈ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഓരോ തിരിച്ചടിയിലും തിക്ത അനുഭവങ്ങളെന്ന് പറയുന്നതെല്ലാം ഈ വ്യക്തി കർമ്മമായിട്ടും കർമ്മഫലമായിട്ടും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് കാണുന്നത്. എന്താണെങ്കിലും വെയിറ്റിംഗ് എനർജിയാണ് കേട്ടോ. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയുടെ പ്രസൻസ് ഉണ്ട്. എല്ലാം കലങ്ങി തെളിഞ്ഞു വരും. ഈ സമയവും മറിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണുന്ന വ്യക്തിയാണ് കേട്ടോ. കുറച്ചൊക്കെ നോളജ് പരമായിട്ട് ചിന്തിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആ വ്യക്തിയെ സംബന്ധിച്ച് ടോട്ടലി നോക്കുമ്പോൾ കുറച്ച് ഹൈഡ് എനർജിയൊക്കെ ഉള്ള വ്യക്തിയാണ്. അത് ചുറ്റുമുള്ളവരോടാണെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു സിറ്റുവേഷൻസും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റിങ് ആണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, കുറ്റമേറ്റു പറയുന്ന ഒരവസ്ഥയാണ്. ടോട്ടലി ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ സ്തംഭനാവസ്ഥയാണ് കേട്ടോ. എന്താണ് നല്ലത് എന്താണ് ചീത്തയെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോയി. അതിനെ അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കുമ്പം ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. കാരണം ഈ വ്യക്തിയുടെ തീരുമാനങ്ങളെല്ലാം പാളിപ്പോയിട്ടുണ്ട്. എപ്പോഴും പരാജയമാണ് ഈ ഒരു പേഴ്സൺ ലൈഫിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും. അതുകൊണ്ട് ഇനി മുന്നോട്ടേക്ക് ആ വ്യക്തിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധമുള്ള ഭയത്തിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. കൺഫ്യൂഷനാണ്. ഇമോഷണലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ആ വ്യക്തിയുടേതാകുന്ന ലൈഫിലെ ഒരു മേഖലകളിലും ആ വ്യക്തിക്ക് സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഈ വ്യക്തി എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും പാളിപ്പോയത് കൊണ്ട്, തെറ്റുപറ്റുന്നത് കൊണ്ട് ഭയന്ന് നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ ദ ചാരിയറ്റിൻ്റെ എനർജിയും ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു 50% ഒക്കെ ആൾ പിടിച്ച് നിൽക്കുന്നുണ്ട്. കാര്യങ്ങളെയൊക്കെ മുന്നോട്ടേക്ക് ഉന്തി തള്ളി കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ജീവിതം ഒരു സക്സസ്സിൽ എത്തണമെങ്കിൽ ശരിക്കും ഇനിയും എഫോർട്ട് എടുക്കണം.
മാത്രവുമല്ല തിരുത്തണം ചില തെറ്റുകൾ, ചില മോഹവലയങ്ങളിൽ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരിലേക്ക് വിശ്വസിക്കുന്നത്, മറ്റുള്ളവരിലേക്ക് അട്രാക്റ്റഡ് ആകുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നും അതുപോലെ തന്നെ പേഴ്സൺ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം വളരെ മെച്യൂരിറ്റിയോട് കൂടി, അതായത് താൻ എന്താണ്, തൻ്റെ സ്ഥാനം എന്താണ്, താനിനി ഏത് രീതിയിൽ പോകണം എന്നൊക്കെ ഉള്ള ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് ജീവിതത്തിൽ ഇനിയെങ്കിലും ചിന്തിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ചില തോട്ട്സിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. എന്താണേലും കുറേ പ്രശ്നങ്ങളുമുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുമുണ്ട്, കാര്യങ്ങളൊക്കെ അനുകൂലമാക്കി വരണം എന്നുള്ള ഒരു പ്രതീക്ഷയും ഒക്കെ ഈ ഒരു പേഴ്സണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിൽ തിക്ത അനുഭവങ്ങളും പേഴ്സൺ നേരിടുന്നുണ്ട്. ചീറ്റിംഗ് ചെയ്തതിൻ്റെ ഫലം ആ വ്യക്തി ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്.